സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി നിൽക്കെ അനാവശ്യമായ വൈദ്യുതി പാഴാക്കി കോർപ്പറേഷന്റെ ദൂർത്ത്. കോർപ്പറേഷനുള്ളിലെ ആളില്ലാത്ത കോൺഫറൻസ് ഹാളിൽ മണിക്കൂറുകൾ പവർഫുള്ളായി പ്രവർത്തിച്ചത് 8 ഫാനുകളും 3 AC-കളും 20ഓളം ലൈറ്റുകളുമാണ്. മാലിവ വർഗീസ് പോൾ തയ്യാറാക്കിയ അന്വേഷണാത്മക റിപ്പോർട്ട്. ജനങ്ങൾക്ക് മാത്രമാണ് നിയന്ത്രണം, അധികൃതർക്ക് നിയന്ത്രണമില്ല, ആഘോഷമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഫറൻസ് ഹാളിലാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, യോഗങ്ങളില്ല, ആളുകളില്ല. പക്ഷേ പവർഫുള്ളിലാണ് 10ഓളം ഫാനുകളും 20ഓളം ലൈറ്റുകളും 3 AC-കളും. സമയം രാവിലെ 10:54. ബിഗ് TV സംഘം കോർപ്പറേഷൻ ഹാളിന്റെ പുറത്ത് 10:30 മുതൽ നിൽക്കുന്നു. ലൈറ്റും ഫാനുകളും കാണാം. സംശയം തോന്നി അകത്ത് പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച പ്രേക്ഷകർ കാണുക. സംസ്ഥാനം കടുത്ത ഊർജ്ജ പ്രതിസന്ധി നേരിടുകയാണ്. ഏപ്രിലിൽ വൈദ്യുതി ഉപഭോഗം 112 ദശലക്ഷം യൂണിറ്റും പീക്ക് ഡിമാൻഡ് 6000 മെഗാവാട്ടും കടന്ന് റെക്കോർഡ് ഭേദിച്ചിരിക്കുന്നു. വൈദ്യുതി ഉപഭോഗം കുറയ്ക്കണമെന്ന് KSEB അഭ്യർത്ഥിക്കുമ്പോഴും ഉത്തരവാദിത്ത ഭരണകൂടങ്ങൾ തന്നെ ഇത് പുല്ലുവിലക്കെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കോർപ്പറേഷൻ കോൺഫറൻസ് ഹാളിൽ ആരുമില്ലാത്തപ്പോൾ പോലും ലൈറ്റും ഫാനും AC-യും പ്രവർത്തിക്കുന്ന ദൃശ്യങ്ങൾ. സാധാരണക്കാരന് നിയന്ത്രണം, അധികൃതർക്ക് ആഘോഷം. ഇപ്പോൾ സമയം 11:25. 10:30 മുതൽ കോർപ്പറേഷന് പുറത്ത് നമ്മൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം 11:25. ബിഗ് TV സംഘം എത്തിയിട്ട് തന്നെ മണിക്കൂറുകൾ പിന്നിട്ടു. എന്നിട്ടും കാലിക്കസേരകൾ തണുപ്പിൽ കുളിരുകയാണ്. പുറത്ത് സാധാരണക്കാർ കൊടും വെയിലിലുരുകുമ്പോൾ സർക്കാരിന്റെ വൈദ്യുതി സംരക്ഷണ ആഹ്വാനങ്ങൾ ഈ ശീതീകരിച്ച മുറിക്ക് പുറത്ത് ചത്തു വീഴുകയാണ്. ജനത്തോട് മിതമായി ഉപയോഗിക്കാൻ പറയുന്ന അധികൃതർ തന്നെ ആയിരക്കണക്കിന് രൂപയുടെ വൈദ്യുതിയാണ് ഓരോ മണിക്കൂറിലും ഇങ്ങനെ കത്തിച്ചു കളയുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം വായുവിൽ അലിഞ്ഞു ചേരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ജനങ്ങൾക്ക് ലോഡ് ഷെഡിംഗ് പേടി നൽകുമ്പോഴും കോർപ്പറേഷന്റെ ആഡംബരം. ശ്രീജിത്തിനൊപ്പം മാർലിവ വർഗീസ് പോൾ, ബിഗ് TV ജേർണലിസ്റ്റ്. മാർലിവ വർഗീസ് ചേരുന്നുണ്ട്. മാർലിവ, മണിക്കൂറുകൾ നമ്മൾ അവിടെ ചെലവഴിച്ചു. പക്ഷേ പൊതുജനത്തിന് മാത്രമാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ബാധകം എന്നുള്ള രീതിയിൽ ഇത് പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. സർക്കാർ ഓഫീസുകളിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് പുറത്തു കാണിക്കാൻ സാധിച്ചിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് കണ്ടത്? ധന്യ വിശ്വം, ഇന്നലെ നമ്മൾ കുടിവെള്ള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മേയറുടെ ഒരു ബൈറ്റ് എടുക്കാനായി അവിടെ എത്തിയതാണ്. പക്ഷേ യാദൃച്ഛികമായാണ് നമ്മളൊരു 10 മണി കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ കോർപ്പറേഷൻ ഓഫീസിൽ എത്തുന്നുണ്ട്. ഈ കോൺഫറൻസ് ഹാളിന്റെ പുറത്താണ് കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തത്. കുറേ സമയം നമ്മൾ അവിടെ നോക്കുമ്പോൾ ആ ഫാനും ലൈറ്റും ഒക്കെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കരുതി എന്തെങ്കിലും പരിപാടികൾ നടക്കുന്നുണ്ടോ എന്ന തരത്തിൽ വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കുക. 8 ഫാനുകൾ, 20ഓളം ലൈറ്റുകളുണ്ട്. അതിനോടൊപ്പം 3 AC-കളും. അത് 16, 16, 19 എന്നുള്ള നിലയിലൊക്കെയാണ് ഇരിക്കുന്നത്. AC-യുടെ ടെമ്പറേച്ചറാണ് ഞാൻ പറയുന്നത്. അതായത് അത്രത്തോളം കറണ്ട് വലിക്കുന്ന തരത്തിലാണ് അവിടെ മുഴുവൻ കാണാൻ സാധിക്കുന്നത്. കാലിയായ കസേരകൾ, ഒരൊറ്റ ആൾ പോലുമില്ല. വീണ്ടും നമ്മൾ മണിക്കൂറുകളോളം അവിടെ നിൽക്കുന്നു, അപ്പോഴുമില്ല. ഒരു കാര്യം പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്, രാവിലെ ഏകദേശം 10 മണിക്ക് മുൻപേ തന്നെ ഓൺ ആക്കിയ ഈ ലൈറ്റുകളും AC-യും ഈ ഫാനുകളും എല്ലാം ഉച്ചയ്ക്ക് 2:30 ശേഷം ഏകദേശം 5 മണിക്കൂറിന് ശേഷം മേയറും അവിടെയുള്ള സ്റ്റാഫുമായുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് വേണ്ടി ഓണാക്കി ഇട്ടതാണെന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, 5 മണിക്കൂർ അത് ആളില്ലാതെ പ്രവർത്തിച്ചു. 5 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഒരു മീറ്റിംഗ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എത്ര ഗുരുതരമായ ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വലിയ ഒരു ഭീതി വരുന്നൊരു സാഹചര്യമുണ്ട്. ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമോ എന്നുള്ള ആശങ്കകൾക്ക് കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് വലിയ തരത്തിലുള്ള വേനൽ കൂടി ഈടാക്കുന്ന ഒരു സമയം. ആ സമയമാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനം ഇത്തരത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് നമ്മൾ അവിടെ എടുത്തു കാണിക്കാൻ ശ്രമിച്ചത്. ധന്യ വിശ്വം. ശരി മാലിവ.